ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ മനസ്സിന്റെ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുക, അതങ്ങനെ പ്രകാശിപ്പിക്കാൻ ഒന്നാമത് ഉപയോഗിക്കേണ്ട പ്രയോഗം നിസ്കാര, അതും സമയത്തിന്. 2 ഖുർആൻ. ആർക്കാ ഖുർആനുമായി ബന്ധമുള്ളത്? മനസ്സിന്റെ കരുത്ത് ഖുർആനിലല്ലേ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്ന മനുഷ്യനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഖുർആൻ ഓതുന്നവന് മനസ്സിന് കരുത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയലഉ ബിഹി ആഖരീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ കലാം കൊണ്ട് എന്റെ സമുദായത്തിലെ ഒരു വിഭാഗത്തെ ഉന്നതരാക്കിയിട്ടുണ്ട്. ആരാണ് ആ ഉന്നതരായ വിഭാഗമെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപനായ ജോർജ് 5 മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ലണ്ടനിലെ ബക്കിംഹാം കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കിയിട്ട്, മിസ്റ്റർ ജോർജ്, I want to get the freedom of my country in my hand, otherwise let me have a 6 feet soil piece in any of free land. എടോ ജോർജേ, ഞാൻ പിറന്നു വീണ മണ്ണിന്റെ സ്വാതന്ത്ര്യം ഈ കൈയുടെ വെള്ളയിൽ വെച്ച് തരണേ, ഇല്ലെങ്കിലോ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ എനിക്ക് ഖബറിനിടം തരണേ. ഇല്ലാത്ത പക്ഷം ഞാൻ എന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്നും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യ പൂർത്തീകരണത്തിന്റെ സാക്ഷാത്കാരത്തിലെത്താതെ എനിക്ക് വിശ്രമമില്ലെന്ന് പറഞ്ഞ പുലിക്കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന ഖുർആൻ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈജിപ്തിൽ വെച്ചുകൊണ്ട് ഈജിപ്ഷ്യൻ പട്ടാളത്തോട് ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സ്റ്റോൺ അയാളുടെ വലത് കൈയിൽ പരിശുദ്ധമായ പാവനമായ പകർപ്പെടുത്തുയർത്തി പിടിച്ചിട്ട് പ്രഖ്യാപിച്ചത്, as long as the Egyptians got this book with them, we will not enjoy quiet and peace in that land. എത്ര കാലമാണോ ഈജിപ്തിലെ ജനങ്ങൾ ഈ വിശുദ്ധമായ ഗ്രന്ഥം അവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്, ആ കാലത്തോളം നമുക്ക് ഈ നാട്ടിൽ ശാന്തിയോ സമാധാനമോ ഇല്ല. മനസ്സിന്റെ കരുത്ത്. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വഹാബികൾ ഖിലാഫത്തിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഖുർആനാണ്. ഖുർആൻ കൊണ്ട് എവിടെ ഇപ്പൊ ഖുർആനോത്തുള്ളത്? ഞങ്ങളുടെ നാട്ടിൽ മരിച്ചോടുത്ത് കാണുന്നുണ്ട്, ഇവിടെ അതുമില്ല. എന്തിനാ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്? ഹാഫിളീങ്ങൾ. ഞാൻ കണ്ട ലോക അത്ഭുതം ഹാഫിള, ഹാർഫുകൾ വിടാതെ. ആലിമല്ല ഹാഫിള്, ഹാർഫുകൾ വിടാതെ അല്ലാഹുവിന്റെ ഖുർആനിൽ സമയങ്ങളാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആകാശത്ത് നിന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കും. ഹാഫിളുള്ള വീട് ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തെ കാണാൻ പറ്റുന്ന പോലെ 3 വീട്ടിലേക്ക് മലക്ക് നോക്കുമ്പോൾ പ്രകാശമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 1-ാമത്തെ വീട് ബൈത്തുല്ലാ, പടച്ചോന്റെ പള്ളി അല്ലെങ്കിൽ പരിശുദ്ധ കഅബ. 2-ാമത്തെ വീട് ഒരു ഹാഫിളായ കുട്ടിയുള്ള വീട്. ആകാശത്ത് നിന്ന് നോക്കിയാ മലക്കുകൾക്ക് വിളക്ക മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ വീട് ഒരു ഉഖറവിയായ ആലിമുള്ള വീട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പാരായണവുമായി ഒരു ബന്ധമില്ല. മരിച്ചോടത്തൊരു യാസീൻ ഓതുന്ന ചില സന്ദർഭങ്ങളിൽ ചില ബിരുദന്മാരുടെ മുഖത്ത് നോക്കുമ്പോ അട്ടയുടെ മുഖത്ത് ഉപ്പിട്ട മാതിരി എന്ന് പറഞ്ഞ പോലെ ഞെറ്റിയൊക്കെ ചുളുങ്ങി മൂപ്പരിങ്ങനെ ഇരിക്കണ കണ്ടതിനിട്ടുണ്ട് തോന്നും. കൊല്ലപരീക്ഷയ്ക്ക് തലവേദനയും പനിയുള്ള കുട്ടി പഠിക്കാനിരിക്കണ മാതിരിയാ കുടുങ്ങി പോവാ. യാസീൻ ഓതുന്ന മരിച്ച വീട്ടിൽ വന്ന ചിലവന്മാര്. അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാസീൻ മരിച്ചിട്ട് ഓതാനല്ല പറഞ്ഞത്. അങ്ങനുണ്ടോ? മരിച്ചിട്ടല്ല ഓതേണ്ടത്, മരിക്കുന്നതിന് മുമ്പേ ഓതണം. മരിക്കുന്നതിന് മുമ്പേ മരണാസന്നന് യാസീൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. മരിച്ച എന്തായാലും ഓതണം. ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചോരെ അങ്ങ് കേൾപ്പിക്കൂല. അൽ മൗതയുടെ അർത്ഥം മരിച്ചോരുന്ന എന്നാ കേട്ടോളൂ. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഫഖറഉ അലാ മൗതാകും സൂറത്ത് യാസീൻ. ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്. ഇമാം സാവി ഉദ്ധരിച്ചിട്ടുണ്ട്. ധാരാളം മുഹദ്ദിസീങ്ങൾ മിഷ്കാത്ത് അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഈ ഹദീസ്.
നിങ്ങളിൽ മരണം ആസന്നമായിക്കൊണ്ടിരിക്കുന്നവൻ കേൾക്കണം യാസീൻ ഓതു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹുൽ ബയാൻ പറയുന്നു. എന്തുകൊണ്ടാണെന്നറിയോ മരണാസന്നനെ യാസീൻ കേൾപ്പിക്കണമെന്ന് പറയുന്നത്? മരിക്കാൻ കിടക്കുന്ന ആളുടെ ചിന്ത മുഴുവൻ മൂന്നാറിന് ടൂർ പോണെന്നല്ല. മരിക്കാൻ കിടക്കുന്ന ആളുടെ ചിന്ത അടുത്ത ഞായറാഴ്ച പോയിട്ട് പിന്നത്തെ ഞായറാഴ്ച പോകാനുള്ള കല്യാണത്തിന് മുമ്പ് ഏത് ഡ്രസ് ഇടണമെന്നല്ല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചിന്ത മുഴുവൻ ആഖിറമാ. റൂഹുൽ ബയാൻ എടുത്തു നോക്കാം. സൂറത്ത് യാസീനിന്റെ അക്ഷരങ്ങളുടെ മാസ്മരികമായ ക്രോഡീകരണമുണ്ടല്ലോ. നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന ഒരു ബുദ്ധിയിലേക്ക് അതങ്ങ് തറച്ചു കയറുമ്പോ യാസീൻ ഓതുമ്പോൾ ആ ശാബ്ദിക മിശ്രണങ്ങൾ ഒരാളുടെ കാതിലൂടെ ഹൃദയത്തിൽ നിന്നും ആത്മാവിലേക്ക് പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ മാസ്മരികമായ അക്ഷര ക്രോഡീകരണങ്ങൾ തുളച്ചു കയറുമ്പോ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ് ഈ മരിക്കാൻ കിടക്കുന്നത് എങ്കിൽ, ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടുള്ള ആളാണ് ഈ യാസീൻ മരണനേരത്ത് കേൾക്കുന്നത് എങ്കിൽ, മഹാന്മാരായ ഇമാമിങ്ങളെ രേഖപ്പെടുത്ത തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം ആ മനുഷ്യന്റെ മനസ്സ് പിന്നെ പരിശീലിക്കാ ഈ യാസീനിന്റെ മാസ്മരികമായ അക്ഷര ക്രോഡീകരണങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള അവന്റെ മനസ്സിങ്ങനെ പരിശീലിക്കാ. അല്ലാഹുവേ, ഒരു വട്ടമെങ്കിലും എന്റെ നാവിന്റെ തുമ്പിലേക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറയാൻ എനിക്ക് കഴിയാൻ അതിനുള്ള പ്രോത്സാഹനമായി, പ്രചോദനമായി, പ്രേരണയായി, ആവേശമായി യാസീന്റെ അക്ഷരങ്ങൾ ഒരു മനുഷ്യനെ അങ്ങ് പാകപ്പെടുത്തിയെടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്താം. അതുകൊണ്ടാണ് ശംസുൽ ഉലമ പറഞ്ഞത് അല്ലാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കട്ടെ. ശംസുൽ ഉലമയിൽ പഠിക്കാനുണ്ടോ? ഒരു ആയുസ്സിന്റെ പാഠം പഠിക്കാനുണ്ടോ? ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെച്ച ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ അതുപോലെ ഒന്ന് വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന, ഇനി അതിനുശേഷം അതുപോലത്തെ ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ പ്രസവമെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന, ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു മുജദ്ദിദ് ഒരു കാലഘട്ടത്തിൽ വന്നാൽ അതിനപ്പുറത്തേക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വൈജ്ഞാനിക ഗോപുരത്തിന്റെ ഏറ്റവും വലിയ മുടിചൂടാമന്നനായി പ്രശോഭിച്ചു നിന്ന അള്ളാഹുവിന്റെ അഖ്താബീങ്ങളായ ഔലിയാക്കളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ വഫാത്ത് എല്ലാവരും ഒരു ചരിത്രം പോലെ കേട്ടതല്ലേ? എന്തായിരുന്നു ആ വഫാത്തിന്റെ ഏറ്റവും വലിയ വിശേഷം? എന്റെ സഹോദര, മഹാനായ ശംസുൽ ഉലമ സുബ്ഹി ബാങ്കിന് മറുപടി കൊടുത്തുകൊണ്ട് വഫാത്താകുമ്പോൾ 83ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ സൂറത്ത് യാസീന്റെ 83 ആയത്തുകളും കേട്ടുകൊണ്ടാണ് വഫാത്താകുന്നത്. യാസീൻ അവസാനിക്കുന്നത് ഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്ക് മരണത്തോടുകൂടെ നിങ്ങളെ മടക്കപ്പെടുമെന്നുള്ള ഖുർആനിന്റെ ആ മാസ്മരികമായ പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന ജീവിതത്തിന്റെ പര്യാവസാനമേ, വരക്കൽ സമുച്ചയത്തിലെ ഏറ്റവും വലിയ പ്രകാശമുള്ള ഗോളമേ, ശൈഖുനാ ശംസുൽ ഉലമ യാസീൻ കേട്ടുകൊണ്ട് സുബ്ഹി ബാങ്കിന് മറുപടി കൊടുത്ത് സുബ്ഹി ബാങ്കിന്റെ അവസാനത്തെ ലഫ്ദിന്റെ മറുപടിയും ജീവിതത്തിന്റെ അവസാനത്തെ വചനമായി നൂറുകണക്കിന് ആളുകൾ കേൾക്കത്തക്ക രീതിയിലേക്ക് ആ ശരീരത്തിന്റെ അവസാനത്തെ ഊർജത്തിൽ നിന്നുകൊണ്ട് ഉറക്കം വിളിച്ചു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു വ്യക്തിത്വത്തെ അളക്കാൻ വരുന്നവർ അളക്കേണ്ടത് ശംസുൽ ഉലമയല്ലേ? ശംസുൽ ഉലമയുടെ നേതൃത്വത്തെ പഠിക്കേണ്ടവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ലിവാഇന്റെ തഹത്തിൽ അല്ലാഹു നമ്മെ നിർത്തട്ടെ. നിസ്കരിക്കണം എന്ന് പറയുന്നത് ആർക്കും സാധ്യമാണ്. നിസ്കരിക്കണം, പക്ഷെ ഖുർആൻ ഓതല അത് പ്രയാസ. ജീവിതത്തിൽ ഖുർആൻ പറയണം. അറ്റ്ലീസ്റ്റ് ഒരു വെള്ളിയാഴ്ച വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ കഹ്ഫിന്റെ ഉമ്മമാരെ, വെള്ളിയാഴ്ച ദിവസം നമുക്ക് സൂറത്തുൽ കഹ്ഫ് ഓതാൻ നേരമില്ലേ? എന്താ നമുക്ക് പറ്റിയത്? ജീവിതത്തിൽ പുരോഗതി എന്ന് പറയുന്ന പലതും നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ സ്വന്തമാക്കിയ പുരോഗതിയായി കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ കിട്ടിയത് വേൾഡിലെ 6
6 ഏറ്റവും വലിയ ഹോസ്പിറ്റലുകൾ എടുത്താൽ അതിൽ 6ാമത്തെ പേര് ആസ്റ്റർ മെഡിസിറ്റിയായി ലോകത്തിലുള്ള ഏറ്റവും വലിയ ചികിത്സയിൽ പലതും കിട്ടുന്ന ഹോസ്പിറ്റൽ. നമ്മുടെ പുരോഗതിയാ ആണോ? വിളിപ്പുറത്ത് നമ്മുടെ മക്കളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാരും ഉണ്ട്. പുരോഗതിയാ? കുഴിമന്തി പുരോഗതിയാ? നമുക്ക് ഏതെല്ലാം തരത്തിലായിരുന്നു ഫുഡുകൾ. ചില ഫുഡിന്റെ പേര് കേൾക്കുമ്പോ ഞാൻ ഓർത്തു വടക്കേ ഇന്ത്യയിലുള്ള ഔലിയാക്കന്മാരുടെ പേരായിരിക്കും. പുരോഗതി അതൊന്നുമില്ല. പുരോഗതി ഒരു വെളിച്ചം കിട്ടണം. ഇവിടെ ഒരു വെളിച്ചം കിട്ടണം. എന്റെ സഹോദര, ഓരോ വിവാഹ പ്രശ്നങ്ങൾ, നിസ്കാരമുള്ള പുതിയാപ്പിള കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളുടെ സങ്കടം പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓരോ വിവാഹ പ്രശ്നങ്ങൾ പറയാ. നിസ്കാരമുള്ള പുതിയാപ്പിളനെ തേടി കിട്ടിയതാ. പബ്ജി കളിക്കലാണ് രാത്രി. എന്റെ മോള് സെറ്റിയില ഉറങ്ങിയത് ഉസ്താദ്. എന്ത് ചെയ്യണം? ആരോട് പറയണം? നിസ്കാരം കൊണ്ട് തസ്കിയത്ത് കിട്ടുന്നില്ല. ഖുർആനും കൂടി കൂടെ വേണം. നിസ്കാരം എത്രയുണ്ടോ അത്രയും ഖുർആൻ വേണം. നിസ്കാരം എത്രയുണ്ടോ അത്രയും ഖുർആൻ വേണം. ഖുർആൻ കയ്യിലെടുത്ത് മരണപ്പെടണം. ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് മരണപ്പെടണം. അബൂ ഹസൻ അലി അന്നദവി സാഹിബിന്റെ ജീവിതം എടുത്തു നോക്കൂ. വെള്ളിയാഴ്ച രാവിലെയാ മരണപ്പെടുന്നത്. നദവി സാഹിബിന്റെ വഫാത്തിനെ കുറിച്ച് പറയുന്ന ചരിത്രത്തിൽ കാണാം, ഒരു വട്ടം അൽ കഹ്ഫ് ഓതി സുബ്ഹി കഴിഞ്ഞിട്ട് രണ്ടാമതും അൽ കഹ്ഫ് ഓതി കഴിഞ്ഞിട്ടാ മരിക്കുന്നത്. നമ്മൾ ആകെ ധരിച്ചു വെച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഒരു അൽ കഹ്ഫ് ഓതിയാ മതിയെന്ന്. ബറാത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 യാസീൻ ഓതിയാ മതി. അതും ഇല്ലാത്ത സ്ഥലം കേട്ടോ. ആരെ പറഞ്ഞ 3 ഓതിയ? 3 ഓതണം. 3 6 6 9. ചില നന്മകൾ അങ്ങനെ ആവർത്തിക്കാം, ചിലത് ആവർത്തിക്കാൻ പാടില്ല. ഉദാഹരണം, നിസ്കാരം 5 ഉള്ളൂ. ആ 5 ഫർദ് 5 തന്നെ വെക്കണം. സുന്നത്ത് ആവർത്തിക്കാം, എത്രയും ചെയ്യാം. ഹജ്ജ് ഒരു കൊല്ലം ഒരാൾ അങ്ങോട്ട് പോയി അടുത്ത കൊല്ലം ഇതിനായിട്ട് ഇങ്ങോട്ട് വരണ്ടേ? കാശത്ര കൊടുക്കണം. ഓർണം കൂടി ചെയ്തേക്കാം. പറ്റൂല, അതൊന്നേ ഉള്ളൂ. അങ്ങനെ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കണേ. നമുക്ക് ജീവിതത്തിൽ ഒരു വെളിച്ചം, ഒരാഴ്ചയിലെ കാവൽ കിട്ടും. ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുകയാ. പുന്നാര നബി തങ്ങൾ പറയാ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച രാവോ പകലോ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈനി, 2 വെള്ളിയാഴ്ചക്കിടയിൽ അല്ലാഹു അവന് ഈമാന്റെ വെളിച്ചം കൊടുക്കുമെന്ന്, അല്ലാഹു അവന് കാവലിന്റെ വെളിച്ചം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഖുർആൻ വേണം മുഅ്മിനെ. ഖുർആൻ കേട്ട് മരിക്കാൻ അല്ലാഹുവോട് ദുആരക്കണേ. അറ്റ്ലീസ്റ്റ് ഒരു മരണ വീട്ടിലെങ്കിലും മരണാസന്നന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്ത് യാസീൻ കേട്ടിട്ട് അയാൾ മരിക്കുന്ന ഒരവസ്ഥ നമ്മളാൽ ഉണ്ടാക്കണേ. മരിച്ച വീട്ടിലേക്ക് കയറി ചെന്നാൽ എന്റെ പ്രിയമുള്ളവരെ സങ്കടം തോന്നും. ആരും ഖുർആൻ എടുത്ത് ഓതാനില്ല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു മരണ വീട്ടിൽ പോയിരുന്നു. പാലക്കാട് ജില്ലയിലെയുള്ളവൻ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്നും സനദെടുത്ത് വന്ന ആദ്യകാലങ്ങളിൽ ദറസ് നടത്തിയ ഒരു മഹലുണ്ട്. അന്ന് എന്റെ മുത്തഅല്ലിമായ എന്റെ കൂടെ ഉണ്ടായിരുന്ന നൗഫൽ എന്ന പൊന്നുമോന്റെ പ്രിയപ്പെട്ട പിതാവ്, അല്ലാഹുവേ ആ സഹോദരന് നീ മഗ്ഫിറത്ത് കൊടുക്ക് അല്ലാ. സ്വാത്വികനായ ഒരു മനുഷ്യനായിരുന്നു ആ സഹോദരൻ. അല്ലാഹുവിന്റെ ദീനനെ ഒരുപാട് സ്നേഹിച്ച സഹോദരനാ. അല്ലാഹു ഖബർ വെളിച്ചമാക്കട്ടെ. അല്ലാഹുവേ ആ സഹോദരന്റെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ആ സഹോദരനുണ്ടല്ലോ, വായ്ക്കകത്ത് ക്യാൻസർ വന്നിട്ട് ഒരു കുഞ്ഞിനെ പോലും അറിയിക്കാതെ കൊണ്ടു നടന്നു. ഇന്നലെ പാതിരാവിലെ ആ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് എന്നോട് അതേ കുറിച്ച് പറയുമ്പോ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെയാ എനിക്ക് ഓർമ്മ വന്നത്. കണ്ണിന്റെ കാഴ്ച പോയിട്ട് എത്രയോ നാളുകൾ മഹാൻ ആരെയും അറിയിക്കാതെ കൊണ്ട് നടന്നിട്ട് അല്ലാഹു തന്ന ഈ മുസീബത്തിൽ ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടിക്കൂല എന്ന് തീരുമാനിച്ച ഈമാനിന്റെ ദൃഢമായ തീരുമാനം പോലെ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങ് കൊണ്ടു നടന്നു. അദ്ദേഹം അവസാനം റബ്ബിന്റെ ഖളാഇന് വിധേയനായി. പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ സഹോദരന്റെ മുഖത്തുള്ള ഒരു ചിരിയുണ്ടല്ലോ, മരണത്തിന്റെ അവസാനത്തെ പിടച്ചിലിൽ ആ ശരീരം അനുഭവിച്ച ഏറ്റവും വലിയ വേദനക്കകത്ത് നിന്നുകൊണ്ട് പുഞ്ചിരിക്കാൻ കഴിയാ എന്ന ആ മഹാത്ഭുതം അദ്ദേഹത്തിന്റെ കവിൾത്തടത്തിൽ ആ രോഗമുണ്ടെന്നതിന്റെ അടയാളം പോലും
പോയതല്ലാതെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി തൂകിക്കിടക്കുന്ന മയ്യത്ത് കണ്ടപ്പോൾ, ഒരു മൂമിനിന്റെ മരണത്തിന്റെ എല്ലാ ലക്ഷണവും കണ്ടപ്പോ, അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് പുറത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അവിടെ ഇരുന്നു കൊണ്ട് ഖുർആനോദാ. എത്രയോ ആളുകളാ മരിച്ച വീട്ടിൽ ഖുർആനോദാ. ഇന്നൊരു മരണ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ഖുർആനോദുന്നത് കാണാനില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിനെ പരിഷ്കരിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന പരിഷ്കർത്താക്കളിയുള്ളവന്റെ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ വെല്ലുവിളിക്കാ. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നിനക്ക് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തടാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തല്ല എന്ന് പറയാൻ പറ്റുമോ? മഹാന്മാരായ ആയിരക്കണക്കിന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മയ്യത്തിന്റെ സമീപം ഖുർആനോദനമെന്ന്. മയ്യത്തിന് വേണ്ടിയിട്ട് ഖുർആനോദി ഹദിയ ചെയ്യൽ പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കേട്ടോളൂ, മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഖബറിന്റെ അകത്തേക്ക് മയ്യത്ത് വെച്ചാൽ ഖബറടക്കി മൂടി പോരുന്നതിന് മുന്നേ അൽ ബഖറയിലെ ആദ്യത്തെ 10 ആയത്ത് ഓതിയിട്ട സ്വഹാബത്ത് ഖബറിന്റെ പരിസരത്ത് നിന്ന് പോരാ. മരിച്ച വീട്ടിൽ അലറിക്കറയാ. പെണ്ണുങ്ങൾക്ക് യാതൊരുവിധ അതപൂല. ഭാര്യയോട് ഭർത്താവ് പറയും, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാ ആരാ എനിക്ക് കരയാനുള്ളത്? ഈ സാധു മനസ്സിലാക്കും, ഇങ്ങേര് മരിച്ചു കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ പരിപാടി കരച്ചിലാ. വീട്ടിൽ കരയാ. അള്ളാഹുവിന്റെ ഹബീബ് എത്ര ഗൗരവത്തോടുകൂടെ തടഞ്ഞിട്ടുള്ള കാര്യമാ. എത്ര അനാചാരങ്ങളാ ഒരു മരിച്ച വീട്ടിൽ നടക്കാ. എന്റെ പ്രിയമുള്ളവരെ, മയ്യത്ത് കാണാൻ പോകുന്നവരല്ലേ നമ്മള്? എന്താണ് അതിന്റെ കർമ്മശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മയ്യത്ത് കാണല് സുന്നത്തില്ല. മയ്യത്ത് കാണൽ സുന്നത്തില്ല. മയ്യത്ത് കാണല് സുന്നത്തില്ല. പിന്നെയോ കാണാം കാണാം കാണാം. വേണമെങ്കിൽ ചെയ്താ മതി. ജായിസായ ഒരു കാര്യത്തിന്റെ പേരിൽ ഹറാമ് സംഭവിക്കുന്നുവെങ്കിൽ ആ ജായിസായ കാര്യം ഹറാമാ. ഞാൻ എന്റെ പറഞ്ഞല്ല, വലിയ വലിയ കിതാബ് ഉസ്താദന്മാർ ഇവിടെ തന്നെ ഉണ്ട്, ചോദിച്ചു നോക്ക്. കാണല് സുന്നത്തില്ല, ഒരു ജായിസായ കാര്യം. അത് കാണാൻ പോണതിന്റെ പേരിൽ ഹറാമ് സംഭവിക്കുമെങ്കിൽ ആ കാണല് ഹറാം. കാണല് സുന്നത്തുള്ളതാണ്. ഹജറുൽ അസ്വദ് കാണാൻ പോണ ആള് ഉമർ ഇബ്നുൽ ഖത്താബ്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിക്കും തിരക്കുണ്ടെങ്കിൽ കാണണ്ട. എന്ത് കാണണ്ട? കാണൽ സുന്നത്തുള്ളത് കാണണ്ട. കഅബയുടെ പരിസരത്ത് തിക്കും തിരക്കുണ്ടെങ്കിൽ അങ്ങോട്ട് പോവണ്ട, കാണണ്ട. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ടാൽ കൂലിയുള്ളത് കാണണ്ട എന്ന് പറഞ്ഞു. തിക്കും തിരക്കും അത് ഹറാമാണോ? ഹറാമെന്നൊന്നും പറയാൻ പറ്റൂല. എന്നാലും കാണൽ സുന്നത്തുള്ളതിനെ കാണണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കാണൽ സുന്നത്തില്ലാത്തത് കാണാൻ പോയിട്ട് തിക്കും തിരക്കുണ്ടാക്കണവൻ കാണാണ്ടിരിക്കാം. എന്നാൽ കാണാൻ പോകുന്നിടത്ത് കാണൽ ഹറാമായ ആളെയാണെങ്കിൽ ആ പോകല ഹറാം, കാണൽ ഹറാം. മയ്യത്ത് കാണുക എന്നുള്ളത് കേവലം ജായിസ്. നീ കേട്ടോളൂ, ഇമാം ഖൽയൂബി രേഖപ്പെടുത്തുന്നു, കുളിപ്പിക്കുന്ന നേരം കുടുംബക്കാരൻ പോലും വെള്ളം ഈ മയ്യത്തിൽ ചേരുന്നുണ്ടോ, വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മയ്യത്തിലേക്ക് കാണൽ, മയ്യത്തിനെ നോക്കൽ, അത് അനുവദനീയം. എന്നാൽ വെള്ളം ചേരുന്നുണ്ടോ എന്ന് കടുപ്പിച്ചു നോക്കൽ കറാഹത്ത്. ആര്? മയ്യത്തിന്റെ കുടുംബക്കാരൻ. ഏതാവശ്യത്തിന്? മയ്യത്തിന് ഗ്ലാമർ നോക്കിയതല്ല, മയ്യത്ത് കുളിപ്പിക്കൽ എന്ന ഫർദ് നിർവഹിക്കാൻ വെള്ളം ചേരൽ കൃത്യമാണോ എന്ന് കടുപ്പിച്ചു നോക്കൽ കറാഹത്ത്. വലാ യൻദുറുൽ ഗാസിലു മിൻ ബദനിഹി ഇല്ലാ ഖദറുൽ ഹജ. ഖദറുൽ ഹാജത്തെ നോക്കാൻ പാടുള്ള, ആവശ്യത്തിന് മാത്രം. ആര്? മയ്യത്ത് കുളിപ്പിക്കുന്നവൻ. ഈ ഹാജത്ത്, ഖദറുൽ ഹാജത്ത് എന്താ? ഖദറുൽ ഹാജത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേരുന്നുണ്ടോ എന്നത് നോക്കൽ. ഇനി കേട്ടോളൂ, ഐ യുക്റഹു നദറു സായിദി അലാ ദാലിക വയഹ്റമു നദറുൽ ഔറ. മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാം. അന്യ പെണ്ണിനെ അന്യനെ കാണൽ, അന്യ പെണ്ണിനെ അന്യൻ കാണൽ, അത് ഔറത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് ഇങ്ങനെ പോവാ. അങ്ങനെ മയ്യത്ത് കാണാൻ പോണ പോക്കണ്ടെങ്കിൽ തോന്നും അബൂജഹൽ ബദറിലേക്ക് പോയ മാതിരി പൗഡറൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാ പോണില്ല. സഹോദരങ്ങളെ, കാട്ടിക്കൂട്ട മയ്യത്ത് കാണാൻ
എവിടെയാ പിന്നെ ഈമാനുള്ളത്? ഒരു മരിച്ചോടത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഉള്ളത് നശിപ്പിച്ചിട്ടാ വരുന്നത്. മരിച്ച വീട്ടിലെ കരച്ചിൽ കൊണ്ട്, അല്ലെങ്കിൽ മരിച്ച വീട്ടിലുള്ള അച്ചടക്കമില്ലാത്ത പ്രവർത്തികൾ കൊണ്ട് ഒരു മരണ വീടിന്റെ സർവ്വ അദബും നശിപ്പിക്കുന്ന കാലഘട്ടത്തിലാ നമ്മളുള്ളത്. മരിച്ചോടത്ത് ഖുർആൻ ഓതുന്നില്ല. ഖുർആൻ ഓതുന്നത് മരിച്ചോടത്തോലുമില്ല. മരിച്ച വീട്ടിൽ പിന്നെയുള്ളത് കരച്ചിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അന്നബി മാലികിൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, പുന്നാര നബി തങ്ങൾ പറയാ, അർബഉ മിൻ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ, എന്റെ സമുദായത്തിൽ 4 കാര്യങ്ങളുണ്ട്. ജാഹിലിയത്തിലെ കാട്ടറബികളുടെ സ്വഭാവമാ ആ 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളെ എന്റെ സമുദായം ഒരിക്കലും ഉപേക്ഷിക്കൂല. കേട്ടോളൂ, ജാഹിലിയത്തിലെ കാട്ടറബികൾ ചെയ്തിരുന്ന 4 കാര്യങ്ങൾ നമ്മളിലുണ്ട്. ഒരിക്കലും അത് മാറൂല. എത്ര വഴുത് പറഞ്ഞാലും അത് മാറൂല. അതിൽ ഒന്നാമത്തെ കാര്യം കേട്ടോളൂ, അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് വല്ലാത്ത പൊങ്ങച്ചം കാണിക്കുന്നവരാ നമ്മൾ. അവനാരടാ? എന്റെ വാപ്പ, എന്റെ മൂത്താപ്പ. അയാ ഫാഖിറൻ ബിന്നസ്ബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബ്ലു തീയം വനായരു വആസാരി മൂസാരി വമണ്ണാനു പാണരു വകൊയപ്പാനു ചട്ടീവ നായാടി പറയരു. അങ്ങനെ പിടിച്ച വല്യാപ്പവരല്ലോ കുഴപ്പമില്ല, വല്യാപ്പാടെ വാപ്പായും കുഴപ്പമില്ല, അതിനപ്പുറത്തേക്ക് സംശയം, അതിനപ്പുറത്തേക്ക് ഉറപ്പായി. ഇത് വന്നുകൂടിയതാ. കുടുംബ മഹിമ പറഞ്ഞ് പൊങ്ങച്ചം പ്രകടിപ്പിക്കാം. അതെന്റെ സമുദായത്തിൽ ജാഹിലിയത്തിന്റെ തുടർച്ച. ഒന്നാമത്തെ കാര്യം, ഈ സമുദായത്തിന് എത്ര തേച്ചു മാച്ചാലും പോകൂടാതെ. രണ്ടാമത്തേത് വാപ്പാക്ക് വിളി, ഉമ്മാക്ക് വിളി എന്റെ സമുദായം ഒഴിവാക്കൂല. അബൂജഹലിന്റെ സ്വഭാവമാ സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ വാപ്പാക്ക് വിളി ഒഴിവാവൂല. വാപ്പാക്ക് വിളി ഒഴിവാവൂല. നീ കേട്ടോളൂ, മൂന്നാമത്തേത് ജോൽസിനെ സമീപിക്കുന്ന സ്വഭാവം ജാഹിലിയത്ത. എന്റെ സമുദായം അത് ഒഴിവാക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു ജോൽസിന്റെ പടിവാതിൽക്കൽ പോയിട്ട് വെറുതെ പോന്നു. അവിടെ പോയി അയാൾ പറഞ്ഞതൊന്നും കേൾക്കാൻ നിന്നില്ല. വാതൊക്കെ പോയിട്ട് പോന്നാൽ പോലും 40 ദിവസം നീ ചെയ്ത അമൽ അല്ലാഹു സ്വീകരിക്കൂല. അയാൾ പറഞ്ഞതെന്തൊക്കെയോ ശരിയാ, തലകുലുക്കി നീ സമ്മതിച്ചു പോന്നാൽ നീ അല്ലാഹുവിന്റെ ദീനിൽ നിന്നും പുറത്താ. നിന്റെ പേര് കാഫിർ എന്നാ സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോളൂ, എത്ര വഴുത് പറഞ്ഞാലും എന്റെ സമുദായം നന്നാവാത്ത, ജാഹിലിയത്തിൽ നിന്നും ഒഴിവാക്കാത്ത 4 സ്വഭാവങ്ങളിൽ 4ാമത്തെ സ്വഭാവം വന്നിയാഹ, മരിച്ച വീട്ടിൽ അലമുറയിട്ട് കരയുന്ന പെണ്ണ് ജാഹിലിയത്തിന്റെ തുടർച്ചയാ എന്റെ സമുദായമാ. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പറയാ, അന്നാഇഹതു ഇദാ ലം തതുബ ഖബല മൗതിഹാ, മരിച്ച വീട്ടിൽ അലമുറയിട്ട് പൊട്ടിക്കരഞ്ഞ് ചിന്നിച്ചിതറിയ വേഷഭൂഷാദികളോടുകൂടെ അച്ചടക്കം നഷ്ടപ്പെട്ട ഏതെങ്കിലും പെങ്ങന്മാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, മരിച്ചോടത്ത് അലറിക്കരഞ്ഞവർ തൗബ ചെയ്യൽ നിർബന്ധമാ. മരിച്ചോടത്ത് അലറിക്കരഞ്ഞവൻ തൗബ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, തുഖാമു യൗമൽ ഖിയാമത്തി വഅലൈഹാ സിർബാൽ മിൻ ഖത്റാൻ, നരകത്തിന്റെ ടാറുണ്ട്, ഭൂമിയിലെ ടാറല്ല. നരകത്തിന്റെ ഉരുകി ഒലിക്കുന്ന ടാറിനാൽ ഉണ്ടാക്കിയ കുപ്പായം, നീളം കുപ്പായം ആ പെണ്ണിന്റെ ശരീരത്തിൽ ധരിപ്പിച്ച്, ആ ആളുടെ ശരീരത്തിൽ ധരിപ്പിച്ച് നരകത്തിലേക്ക് അവനെ ആനയിക്കുമെന്ന് കളവ് പറയാത്ത റസൂലുള്ളാഹി. മരിച്ചോടത്ത് അലറിക്കരയണോ? എവിടെയെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? കരച്ചിലാവാ. നാവിന്റെ കരച്ചിലല്ല, ഖൽബിന്റെ കരച്ചിലുണ്ട്. ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് വന്നപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പുന്നാര നബി തങ്ങളുടെ മനോഹരമായ നെറ്റിത്തടത്തിൽ വന്നുകൊണ്ട് ഒരു ചുടുചുംബനം കൊടുത്തിട്ട് ആ നെറ്റിയോട് ചുണ്ടമർത്തി പിടിച്ച് കണ്ണുനീര് പൊഴിച്ച ശബ്ദമില്ലാത്ത കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിലാ നമുക്ക് അനുവാദമുള്ളത് മുഅ്മിനേ. ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് ഒരു സ്വഹാബിയുടെ വഫാത്ത് പറയാൻ വേണ്ടി മറ്റൊരു സ്വഹാബി
സ്വഹാബി കടന്നു വരികയാ. ഐഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇമാം ബുഖാരി മുസ്ലിം അവരുടെ സ്വഹീഹുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ പറയാ, ലമ്മാ ജാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്ലു സയ്യിദ് ബിൻ ഹാരിസ വ ജഅഫർ വ അബ്ദുല്ലാഹി ബിൻ റവാഹ ജലസ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയാ, മുഅത്തത്തിന്റെ രണഭൂമിയിൽ നബിയെ, മഹാനായ സയ്യിദ് ബിൻ ഹാരിസ വഫാത്തായി നബിയെ, ജഅഫർ ബിൻ അബീ താലിബ് വഫാത്തായി നബിയെ, അബ്ദുല്ലാഹി ബിൻ റവാഹ വഫാത്തായി നബിയെ റളിയല്ലാഹു അൻഹും. ആ മഹാന്മാർ വഫാത്തായത് പറയാൻ വേണ്ടിയിട്ട് പുന്നാരപ്പൂമാന്റെ മുന്നിലേക്ക് ഒരു സഹാബി പൊട്ടിക്കരഞ്ഞു വന്ന് പറയുമ്പോ ഐഷ റളിയല്ലാഹു അൻഹ പറയാ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, മുസ്ലിം ഉദ്ധരിക്കുന്നു, ആ സമയത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്തേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. വാതിലിന്റെ വിടവിലൂടെ മദീനത്തെ പള്ളിയുടെ അകത്തളം കാണാൻ കഴിയുന്ന രീതിയിൽ ഞാൻ എന്റെ പെരക്കകത്തിരുന്നു കൊണ്ട് നോക്കാം. ആ സമയം പുന്നാരപ്പൂമാന്റെ പൂവദനത്തിൽ സങ്കടം തളം കെട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു പോയ മരണവാർത്തയുടെ താങ്ങാനാവാത്ത ദുഃഖഭാരത്താൽ പുന്നാരപ്പൂമാൻ ഇരുന്നു പോയി. ഞാൻ പറയട്ടെ, അതിൽ രണ്ടാമത്തെ മരണവാർത്ത മഹാനായ ജഅഫറിന്റെ മരണമാ. പുന്നാര നബി തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുഅത്തത്തിന്റെ രണഭൂമിയിൽ ഷഹീദാകുന്നത് എങ്ങനെയാണെന്ന് കരൂപ്പടനയിൽ അന്ത്രുപ്പാപ്പാന്റെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ ഈ മൈതാനത്തിൽ എന്റെ മുന്നിൽ ഈ വഅദ് കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ജഅഫർ ഇബ്നു അബീ താലിബിന്റെ വഫാത്ത് 90 വെട്ടേറ്റ് അറ്റുപോയ ശരീരത്തിന്റെ മാരകമായ മുറിവുകളിൽ നിന്നും വാർന്നൊലിച്ച രക്തം വാർന്നൊലിച്ചതിന്റെ പേരിലുള്ള വഫാത്ത. ജഅഫർ ഇബ്നു അബീ താലിബ് വഫാത്താവുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? അസാബത്തുഹു ലർബാ. ആ പുണ്യമാക്കപ്പെട്ട ഭൂമേനിയിലേക്ക് 88ാമത്തെ വെട്ട് വരുമ്പോ ഖുതിഅത് യമീനുഹു, ജഅഫർ ഇബ്നു അബീ താലിബിന്റെ വലത്തെ കയ്യങ്ങ് അറ്റുപോവാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുകരങ്ങളിൽ നിന്നും ഏറ്റെടുത്തിട്ടുള്ള പരിശുദ്ധ ദീനിന്റെ പതാക പിടിച്ച വലത്തെ കയ്യ് അറ്റുപോവാ. വാള് പിടിക്കൽ അടുത്ത കയ്യിലാ. ഖുതുബ ഓതുമ്പോ സത്യവഞ്ഞെങ്ങാനും മറന്നെങ്ങാനും വലത്തെ കൈ പിടിച്ച വെള്ളിയാഴ്ച പോയി ഫിത്ന ഉണ്ടാക്കണ്ട. ഫിഖ്ഹ് പറയുന്നത് വാള് പിടിക്കല് ഖതീബ് അല്ല ഉസ്താദേ ഇടത്തെ കയ്യല. എന്തുകൊണ്ടാ? വലത്തെ കയ്യല് പരിച പിടിക്കാനാണ് വലത്തെ കൈ. നമ്മൾ പ്രതിരോധ ആയുധം പിന്നെ വലത്തെ കയ്യിൽ പതാക, അടുത്ത കയ്യിൽ വാള്. ജഅഫർ ഇബ്നു അബീ താലിബിന്റെ ശരീരത്തിലെ വലത്തെ കൈ അറ്റുപോയപ്പോ പുന്നാരപ്പൂമാൻ കൊടുത്ത ആ പതാകയ്ക്ക് തന്റെ ആയുസ്സിന്റെ മൂല്യം, ആ പതാകയ്ക്ക് തന്റെ ജീവന്റെ വില കൊടുത്തുകൊണ്ട് കയ്യിലുള്ള വാള് വലിച്ചെറിഞ്ഞിട്ട് ഇടത്തെ കൈ കൊണ്ട് മണ്ണ് പുരളാതെ പുന്നാരപ്പൂമാന്റെ പതാക ഉയർത്തിപ്പിടിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഖുതിഅത് ബിളുർബത്തിൻ ഉഖറാ. മഹാനവറുകളെ ഇടത്തെ കൈ അറ്റുപോവാ. ഇടത്തെ കയ്യിലുള്ള പതാക അറ്റുപോകുന്നു. 89ാമത്തെ വെട്ട് വരുമ്പോൾ ഇടത്തെ കൈ അറ്റുപോകുമ്പോൾ മഹാനവറുകൾ കമിഴ്ന്ന് കിടന്നുകൊണ്ട് കടിച്ചു പിടിച്ചു. റസൂലുള്ളാഹിന്റെ പതാക താഴെ പോവാൻ പാടില്ല. നെഞ്ചുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, മഹാനായ ജഅഫറിന്റെ ശരീരത്തിലേക്ക് അവസാനത്തെ വെട്ടതായത് 90ാമത്തെ വെട്ട് വരുമ്പോ മഹാനായ ജഅഫർ 2 പിളർപ്പാ. ജഅഫറിന്റെ ചിന്നിച്ചെറിയ ശരീരഭാഗത്തെ സ്വഹാബത്ത് കൂട്ടിച്ചേർത്ത് മനുഷ്യക്കോലമുണ്ടാക്കിയിട്ട് ജഅഫറിന്റെ വീട്ടുമുറ്റത്ത് പൊന്നാര മക്കളെ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ചോര ഇറ്റി വീഴുന്നത് 27 വയസ്സുള്ള പെണ്ണ് കാണുമ്പോൾ, പ്രിയപ്പെട്ട ഭാര്യ കാണുമ്പോൾ, ഒരു 41
വയസ്സുള്ള ഭർത്താവിന്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുഞ്ഞുമക്കൾ ഇതൊന്നും അറിയാതെ അവരുടെ മുല്ലമുട്ട് പോലെ വിരിഞ്ഞ ചെറിയ പല്ലുകൾ ചിരിച്ചു കാണിച്ചുള്ള കളിയിലും തമാശയിലും വിനോദത്തിലുമായി ആ മുറ്റത്തിലൂടെ സുഗന്ധം പരത്തുന്ന ചിത്രശലഭങ്ങളെ പോലെ ഓടി നടക്കുമ്പോൾ ഉപ്പ എന്ന് വിളിക്കാൻ ഇനി എന്റെ പൊന്നുമക്കൾക്ക് ആരുമില്ലെന്ന സങ്കടം താങ്ങാൻ കഴിയാതെ പക്വതയുള്ള ഉമൈസിന്റെ പൊന്നുമോള് അസ്മ കടന്ന് അലറിക്കരഞ്ഞപ്പോ സ്വഹാബി വന്നുകൊണ്ട് ഹബീബിനോട് പറഞ്ഞു, അസ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നബിയെ. അസ്മ പൊട്ടിക്കരയാ. റസൂലുള്ള ആളെ തിരിച്ചയച്ചു അസ്മയോട്, വാ അടച്ചു പിടിച്ച് കരയാൻ പറ, അലറിക്കരയല്ലേ. മരിച്ച വീട്ടിലെ കരച്ചില് ഒരു സാധാരണ മരണമല്ല, സഹിക്കാവതല്ല. പുന്നാര നബി തങ്ങൾ പോലും അവിടുത്തെ ദൃഢമായ മനക്കരുത്ത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മദീനത്തെ പള്ളിയിൽ ഇരുന്നു പോയെന്ന് ആയിഷ ബീവി കണ്ടു പറഞ്ഞ വിധത്തിലുള്ള ആ ഗൗരവം സ്മരിക്കുന്നതായ മരണവാർത്തയില് അസ്മ എന്ന ഒരു പെണ്ണിനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അലറിക്കരഞ്ഞ വാർത്ത രണ്ടാമത് പറയാൻ സ്വഹാബി വന്നപ്പോ, നബിയെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ആ പെണ്ണ് ഞങ്ങളെ അതിജയിക്കുന്നു നബിയെ. ലം യുത്ഇനഹു, ഞങ്ങൾ അനുസരിക്കുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇൻഹുന്ന, അവരോട് കരയല്ലെന്ന് പറയാ. മൂന്നാമതും സ്വഹാബി ആവർത്തിച്ചു വന്നപ്പോ ഖാല വല്ലാഹി ലഖദ് ഗലബനാ യാ റസൂലല്ലാഹ്, ആ പെണ്ണുങ്ങളെ ശബ്ദം കൊണ്ട് പിടിച്ചു നിർത്താൻ, പ്രതിരോധിച്ചു നിർത്താനുള്ള ആജ്ഞാശക്തി ഞങ്ങൾക്കില്ല നബിയേ. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഫഹസു ഫി അഫ്വാഹിഹിൻ തുറാബ്, മരിച്ച വീട്ടിൽ അലറിക്കരയുന്ന പെണ്ണിന്റെ വായിലും മണ്ണിടുമോനെ, മരിച്ച വീട്ടിൽ അലറിക്കരയുന്ന പെണ്ണിന്റെ വായിലും മണ്ണിടുമോനെ സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു, മൻ നീഹ അലൈഹി യുഅദ്ദബു ബിമാ നീഹ അലൈഹി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. മരിച്ചോടത്ത് അലറിക്കരഞ്ഞ ആ കിടക്കണ മയ്യത്തിന് അതിന്റെ പേരിൽ കേടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചാലേ ഞാൻ മരിച്ച കരയറ്റോ. അതിന് മരിക്കണ കാര്യം പറഞ്ഞ നമ്മളാരിലും പറയത് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തതുകൊണ്ടാ ഈ ഡൈ ചെയ്യുന്ന കറുത്ത സാധനം കച്ചവടം കൂടിയത്. എന്തേ സ്വയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മരിക്കൂ എന്നുള്ളത്. ഉമറേ നീ മരിക്കൂന്ന് അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്വഹാബി ശ്രേഷ്ഠൻ ഉണർത്തിയത് ഇന്നൊരു പള്ളിയിലെ പ്രസിഡന്റിനോട്. അന്ന് കാശ് മേടിച്ച് ചെയ്ത പണി കാശ് മേടിക്കാതെ പള്ളിയിലെ ഉസ്താദ് 2 ദിവസം പറഞ്ഞ 3-ാമത്തെ ദിവസം പറഞ്ഞു കൊടുക്കും. ധൈര്യമുണ്ടോ? കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. നല്ല വർത്താനം പറയാൻ വിചാരം എന്തുട്ടേ പറഞ്ഞത് മരിച്ചു പോകുന്നു. അടുത്ത വേൾഡ് കപ്പിൽ എംബാപ്പെ കപ്പ് പിടിക്കണ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇനി അതിന്റെ ഇടയിൽ മരിച്ചു പോവാ. സഹോദര, നമ്മൾ വളരെ താഴെ ഈമാൻ കൊണ്ട് ഇതൊന്നും നന്നാക്കണം. അള്ളാഹു നന്നാക്കി തരട്ടെ. റബ്ബ് നമ്മുടെ വഅദ് കൊണ്ട് ഉപകാരം തരട്ടെ. ഖൽബിൽ ഈമാന്റെ വെളിച്ചം തരട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്ക് തമ്പുരാനെ. ഒരുപാട് പേര് ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്ക് അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്ക് അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നിവിടെ ചീരണി വിതരണം ചെയ്യപ്പെട്ടവരുടെ ഹദറത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ബഹുമാനനായ മർഹൂം അബ്ദുറഹ്മാൻ ഹാജിക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും നീ ഖബർ വെളിച്ചമാക്ക് അല്ലാഹ്. ഞങ്ങളിൽ നിന്നും പലപ്പോഴായി മരിച്ചു പലയിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി അത് നിറവേറാൻ ഒരു സഹോദരൻ പ്രത്യേകം ദുആ ഇറക്കാൻ പറഞ്ഞു. തൗഫീഖ് നൽകു അല്ലാഹ്, എളുപ്പമാക്ക് അല്ലാഹ്.
റാഹത്താക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഖൈറായ വിലയിലേക്ക് അടുപ്പിക്കുക അല്ലാഹുവേ. അനുഗ്രഹീതമായ സ്ഥാപനത്തിന്റെ ഈ സംഘത്തിന്റെ സംഘടനയുടെ പ്രവർത്തകർ പലരും വിദേശത്തുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ഖൈർ നൽകുക ബറക്കത്ത് നൽകുക സന്തോഷം നൽകുക റബ്ബേ. അനുഗ്രഹീതമായ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിലേക്ക് ടൈൽസും ഗ്രാനൈറ്റും ഒക്കെ ഓഫർ ചെയ്തവർക്ക് റബ്ബേ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാഹ്. രോഗശമനമുള്ള സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. റബ്ബേ ഈ ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു പരിപാടിയുടെ പേര് പറഞ്ഞ് മൈക്കിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ പ്രിയപ്പെട്ട നവാസ് റഹ്മാനിയെ ഓർമ്മ വരാണ് അല്ലാഹ്. ഖബർ വെളിച്ചമാക്ക് അല്ലാഹ്. ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരനും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സമസ്തക്ക് വേണ്ടി ഓടി നടന്ന ആയുസ് റബ്ബേ നീ മഹാന്മാരുടെ കൂടെ ചേരാനുള്ള യോഗ്യതയിൽ പെടുത്തണം അല്ലാഹുവേ. പലപ്പോഴായി ഞങ്ങളിൽ നിന്നും മരിച്ച് പലയിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ ഖബർ വെളിച്ചമാക്കുക അല്ലാഹ്. ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന പൊന്നുമക്കളെ നീ ഉഖ്റവിയായ ഹിഫ്ളീങ്ങളും വാഇലീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. റബ്ബേ അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കുക അല്ലാഹ്. ദുആ വസിയത്ത് ഏൽപ്പിച്ചവർ ഈ പരിപാടിയിൽ ആമീൻ പറയുന്നവർ ഇവിടെ കൂടിയവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹസനാക്കുക അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.